ബോസ് സീസൺ 8ൻ്റെ അഗ്നിപരീക്ഷ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യമായി നമ്മുടെ ജഡ്ജായിട്ട് എത്തുന്നത് റിയാസ് സലീമാണ്. റിയാസ് സലീം വലിയ മാസമായിട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു ഷോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് റെനീഷ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ വെരി എക്സൈറ്റഡ് ആണ്. കാരണം ഇതൊരു ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു ഗെയിം ഷോയാണ്. കാരണം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ലൈഫ് ചേഞ്ച് ചെയ്യല്ലേ. ഇതൊരു ന്യൂ ഫോർമാറ്റ് തന്നെയായിരിക്കും കേരളക്കരയ്ക്കും എന്നൊക്കെ നമ്മുടെ റിയാസ് മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അഖിലേട്ടൻ വരുന്നുണ്ട്. അഖിലേട്ടൻ പറയുന്നുണ്ട് ഈ ഒരു സീസൺ എന്ന് പറയുന്നത് എന്നെക്കാട്ടി പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ വിൻ ചെയ്യട്ടെ, അത്തരത്തിലുള്ള ആൾക്കാരാണ് വരുന്നതെന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നമ്മുടെ രഞ്ജിനി ചേച്ചി മാസമായിട്ട് വന്നിട്ട് ഇവരുടെയൊക്കെ വായ അടപ്പിച്ചിട്ടുണ്ട്. നല്ല മാസ് ഡയലോഗാണ് പറഞ്ഞത്. സീസൺ 1 എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതെന്താണ് ഷോ എന്ന് പോലും ആർക്കും അറിയില്ല, ഇത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഈ വരുന്ന സാധാരണക്കാർക്ക് മാത്രമല്ല അഗ്നിപരീക്ഷ, ഇവിടെ നിന്ന് ജഡ്ജായിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതൊരു അഗ്നിപരീക്ഷ തന്നെയാണ്. ഇവർ എന്തായിരിക്കും, ഇവർ തന്ത്രവും കുടന്ത്രവും എല്ലാ മന്ത്രവും ഒക്കെ പഠിച്ചിട്ടായിരിക്കും വരുന്നത്. അതൊക്കെ ഞങ്ങൾക്കറിയാം. എന്താണെങ്കിലും ഞാൻ വെരി എക്സൈറ്റഡ് ആണ് ഇത് കാണാൻ വേണ്ടി. ഒരു നല്ല മാസമായിട്ട് എന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അവർ രണ്ടുപേരും ഏകദേശമൊക്കെ ഒന്നും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. രഞ്ജിനി ചേച്ചി നല്ല മാസമായിട്ട് തന്നെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും വളരെ കുറച്ചാണ് നമ്മുടെ റിയാസും അഖിൽമാരൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ രഞ്ജിനി കുറേ നല്ല മാസമായിട്ട് തന്നെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതുമയാർന്ന ഈ അഗ്നിപരീക്ഷ എന്ന് പറയുന്നത് കേരളക്കരയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു പരിപാടി തന്നെ ആയി മാറും. അത് തന്നെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് രഞ്ജിനി റെനീഷയോട് പറയുന്നുണ്ട്.